നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 10th പ്രിലിംസ് അവസാന ഘട്ട പരീക്ഷ എഴുതുന്നവർ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ഈ ക്ലാസ്സിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് മാർക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അത്രയും പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? നിർദ്ദേശക തത്വങ്ങളിലാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് DPSP, ഈ ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഇനി നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദങ്ങൾ ഏതൊക്കെ? 36 മുതൽ 51 വരെയാണ്. 36 മുതൽ 51 വരെ നിർദ്ദേശക തത്വങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? സപ്രൂ കമ്മിറ്റിയാണ്. സപ്രൂ കമ്മിറ്റി. നിർദ്ദേശക തത്വങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത്? ഭാഗം 4 ആണ്. ഭാഗം 4. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ആർട്ടിക്കിളുകളുണ്ട്. അതായത് അനുച്ഛേദം 36 മുതൽ 51 വരെയാണല്ലോ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതിൽ PSC ചോദിക്കുന്ന ഒരു ആർട്ടിക്കിളുണ്ട്, ആർട്ടിക്കിൾ 48A. ഓർത്തു വെച്ചോണം, ആർട്ടിക്കിൾ 48A. എന്താണ് ഈ ആർട്ടിക്കിൾ 48A? പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും വനം വന്യജീവി സംരക്ഷണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48A. പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും വനം വന്യജീവി സംരക്ഷണം. ഓർക്കുക. ഇനി നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ഒരു ക്ഷേമ രാഷ്ട്രം നിർമ്മിക്കുക, രാജ്യത്ത് സാമ്പത്തികവും സാമൂഹികവുമായ ജനാധിപത്യം സ്ഥാപിക്കുക എന്നതാണ്. ഇനി PSCയുടെ ഒരു 10 മുൻവർഷ ചോദ്യം നോക്കാം. ഗുരുക്കന്മാരാണ്. മഹാത്മാഗാന്ധിയുടെ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാത്മാഗാന്ധിയുടെ ഗുരു. ഡോക്ടർ BR അംബേദ്കറുടെ ഗുരു ആരാണ്? ജ്യോതിറാവു ഭൂലെ. ജ്യോതിറാവു ഭൂലെ. ബാലഗംഗാധര തിലകിന്റെ ഗുരു ആര്? MG റാനഡെയാണ്. MG റാനഡെ. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആര്? ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് സ്വാമി വിവേകാനന്ദന്റെ ഗുരു. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരു MG റാനഡെ. അപ്പൊ ബാലഗംഗാധര തിലകിന്റെയും ഗോപാലകൃഷ്ണ ഗോഖലെയുടെയും ഗുരു ആര് എന്ന് ചോദിച്ചാൽ MG റാനഡെയാണ്. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളായ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ മുതലായ പരീക്ഷകളുടെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസുകളിലാണ് എല്ലാ ബാച്ചും ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബാച്ചസ് ഏതൊക്കെയാണെന്ന് പറയാം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ, 10th മെയിൻസ്. ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് 10th മെയിൻസ്. പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പിക്കാവുന്ന കുറെ പോസ്റ്റുകളാണ് 10th മെയിൻസിലുള്ളത്. സെക്രട്ടേറിയറ്റ് OA, സ്റ്റോർ കീപ്പർ, പിയൂൺ മുതലായ പോസ്റ്റുകൾ. പിന്നെ ഇനി വരാനിരിക്കുന്ന കമ്പനി LGS, ബെവ്കോ, LD, VFA എല്ലാ കോഴ്സുകളും നമ്മുടെ ആപ്പിൽ വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10th പ്രിലിംസിന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ 10th പ്രിലിംസ് ഈ കഴിഞ്ഞ ഘട്ടങ്ങളുടെ എല്ലാത്തിന്റെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ എല്ലാ കോഴ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ മാത്രമല്ല, ബാക്കി PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT ഓൾറെഡി ഉണ്ട്, പുതിയ SCRT 5, 7, 9 ക്ലാസ്സുകളിലെ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കോഴ്സ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഫുൾ സിലബസ് കവറേജും, ഷോർട്ട് കറണ്ട് അഫയേഴ്സും, മന്ത്ലി കറണ്ട് അഫയേഴ്സും, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസും, പുതിയ SCRT, പഴയ SCRT, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GKയും എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും. കൂടാതെ എന്നോട് ഡയറക്ട്ലി ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. എന്നോട് ഡയറക്ട്ലി നിങ്ങൾക്ക് ചോദിച്ച് ഓരോ ക്ലാസ്സും കണ്ടിട്ട് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനും പറ്റും. എല്ലാ ക്ലാസ്സുകളും ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് വരുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസ് നിങ്ങൾ കയറി ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് എല്ലാ ക്ലാസ്സുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സുകളും തുടക്കക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ബേസ് ലെവൽ ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ ബിഗിനർ ആണെങ്കിലും ഓൾറെഡി PSC പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ആര് വേണമെങ്കിലും നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. KM മുൻഷിയുടെ ഗുരു ആര്?
അരവിന്ദ ഘോഷ് ആണ്. അരവിന്ദ ഘോഷ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ഗുരു ആര്? CR ദാസ്. ചിത്തരഞ്ജൻ ദാസ് ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ഗുരു. അപ്പൊ ഈ ഗുരുക്കന്മാരുടെ പേര് ഓർക്കുക. അടുത്തൊരു ചോദ്യം, നവഭാരതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയി ആണ് നവഭാരതത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രശസ്തനായ ഇന്ത്യൻ നവോത്ഥാന നായകൻ ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. ഏത് ബ്രിട്ടീഷ് മിഷണറിയെയാണ് ഇന്ത്യക്കാർ സ്നേഹപൂർവം ദീനബന്ധു എന്ന് വിളിച്ചത്? CF ആൻഡ്രൂസിനെയാണ്. CF ആൻഡ്രൂസ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒറ്റ തവണ മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലും എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആര്? ജവഹർലാൽ നെഹ്റു. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്ന്? അമേരിക്കയിൽ നിന്നാണ്. ആമുഖത്തിന് അടിസ്ഥാനമായ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചതെന്ന് 1946 ഡിസംബർ മാസം 13-നാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? പരമാധികാരം, സ്ഥിതിസമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക് എന്നിവയാണ്. ഇനി 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആമുഖം ഒറ്റത്തവണ ഭേദഗതി ചെയ്തത്. ഈ 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ്? സ്ഥിതിസമത്വം, മതേതരത്വം, അഖണ്ഡത. ഇംഗ്ലീഷിൽ ചോദിച്ചാൽ സ്ഥിതിസമത്വം എന്നാൽ സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നാൽ സെക്യുലാർ, അഖണ്ഡത എന്നാൽ ഇന്റഗ്രിറ്റി. ഓർക്കുക, ആമുഖത്തിന്റെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കേസുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് ആ കേസുകൾ? ബെറുബറി കേസ്, കേശവാനന്ദ ഭാരതി കേസ്, യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ കേസ്. അതിൽ കേശവാനന്ദ ഭാരതി കേസ് എപ്പോഴും ചോദിക്കാറുണ്ട്. വർഷം 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇനി PSCയുടെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ നോക്കാം. വർഷം 1969. 1969 പ്രത്യേകതകൾ എന്തെല്ലാം? ഒന്ന്, WWF ഇന്ത്യ സ്ഥാപിക്കപ്പെട്ട വർഷം. WWF ഇന്ത്യ സ്ഥാപിക്കപ്പെട്ട വർഷം. നാഷണൽ സർവീസ് സ്കീം അതായത് NSS സ്ഥാപിതമായ വർഷം 1969. ISRO സ്ഥാപിതമായ വർഷം 1969. ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിന്റെ ആദ്യ ഘട്ടം നടന്ന വർഷം ഏത്? 1969 ഫസ്റ്റ് ബാങ്ക് നാഷണലൈസേഷൻ നടന്നത്. ഇനി ഗോദാവരി ജല തർക്ക ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏത്? 1969. ഭരണഘടനയുടെ 22-ാം ഭേദഗതി നടന്ന വർഷം ഏത്? 1969. 22-ാം ഭേദഗതി ആസാമിനെ കൂടാതെ മേഘാലയ സംസ്ഥാനം രൂപീകരിക്കാൻ പാർലമെന്റിന് അംഗീകാരം നൽകി. മദ്രാസ് സംസ്ഥാനത്തിന്റെ പേര് തമിഴ്നാട് എന്നാക്കി മാറ്റിയ വർഷം ഏത്? 1969. അടുത്ത കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ നോക്കാം. ബജറ്റ് ഔദ്യോഗികമായി ഇന്ത്യയിൽ അവതരിപ്പിച്ച വർഷം ഏതാ? 1860. 1860. എപ്പോഴാണ് GST ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്? 2017 ജൂലൈ മാസം 1-നാണ്. ദാംബെ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. PSC പ്രീവിയസ്, എല്ലാം പ്രീവിയസ് ആണ്. മിസോറാമിലാണ് ദാംബെ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 1957 ബൽവന്ത്രായി മേത്ത റിപ്പോർട്ട് പ്രകാരം 1959 വർഷം ശ്രദ്ധിക്കുക. 1959 ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത്? രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് സംസ്ഥാനം ഏത്? പഞ്ചാബാണ്. പഞ്ചാബ്. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത്? കൃഷ്ണമാചാരി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. പുൽവാമ ആക്രമണത്തിന്റെ പ്രതികാരമെന്ന നിലയിൽ ഇന്ത്യൻ സേന 2019 ഫെബ്രുവരി 26 വ്യോമാക്രമണം നടത്തിയ സ്ഥലം ഏത്? ബാലാകോട്ട്. യങ് ഇന്ത്യ ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ഇംഗ്ലീഷ് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഓർക്കുക, 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത കൂടിയ ജില്ല ഏത്? സർച്ചിപ്പ് ആണ്. സർച്ചിപ്പ്.
പഞ്ചായത്തി രാജ് നിയമം, അതായത് 73, 74 ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു ആയിരുന്നു. PV നരസിംഹറാവു. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് ശരിയായത് ഏതാണ്? അംഗങ്ങളെ 5 വർഷത്തേക്ക് തെരഞ്ഞെടുക്കുന്നു. ശരിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അംഗങ്ങളെ 5 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. പഞ്ചായത്തി രാജ് സംവിധാനങ്ങളിലെ സ്ഥാപനങ്ങൾ 50% സീറ്റുകളാണ് സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നത്. 50% സീറ്റുകൾ. ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പോലെ സ്വയം ഭരണാവകാശം ഉണ്ട് എന്നോർക്കുക. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ 3 തലങ്ങളിലെയും ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടാണെന്നും ഓർക്കുക. ഇനി കുറച്ച് മുൻവർഷ ചോദ്യം നോക്കാം. വർഷം 1984. എപ്പോഴും ചോദിക്കാറുണ്ട്. 1984 പ്രത്യേകതകൾ എന്തെല്ലാം? രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ വർഷം 1984. മംഗൾ പാണ്ഡെയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1984. ഓപ്പറേഷൻ വുഡ് റോസ് നടന്ന വർഷം 1984. ഭോപ്പാൽ ട്രാജഡി, അതായത് ഭോപ്പാൽ വാതക ദുരന്തമുണ്ടായ വർഷം 1984. സുവർണ ക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷം 1984. കുടുംബ കോടതി നിയമം നിലവിൽ വന്ന വർഷം 1984. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ വർഷം. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ദാറ്റ് ഈസ് NSG എന്ന സുരക്ഷാ വിഭാഗത്തിന് രൂപം നൽകിയ വർഷം 1984. ഇന്ത്യയുടെ ആദ്യ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ 3D പുറത്തിറങ്ങിയ വർഷം 1984. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷം 1984. ഇന്ത്യയുടെ അന്റാർട്ടിക്കൻ പര്യവേഷണ കേന്ദ്രമായ ദക്ഷിണ ഗംഗോത്രി സ്ഥാപിക്കപ്പെട്ട വർഷം 1984. ഇനി എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയായ ബജേന്ദ്രി പാൽ എവറസ്റ്റ് കീഴടക്കിയ വർഷം 1984. ഇന്ത്യയുടെ ആദ്യ മെട്രോയായ കൊൽക്കത്ത മെട്രോ ആരംഭിച്ച വർഷം 1984. വളരെ പ്രധാനപ്പെട്ട വർഷമാണ് 1984. ഇത് ചുരുക്കം ചില വസ്തുതകൾ മാത്രം. ഇനിയുമുണ്ട് 1984 പ്രത്യേകതകൾ. ഇനി മറ്റ് മുൻവർഷ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണയം നടത്തിയതാര്? സർ സിറിൽ റാഡ്ക്ലിഫ് ആണ്. അതുകൊണ്ട് ആ രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? റാഡ്ക്ലിഫ് രേഖ എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആര്? RK ഷൺമുഖം ചെട്ടി. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയാണ്. ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? ജർമ്മനിയുടെ സഹായത്തോടെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ബരാ ഗുംബഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പ്രീവിയസ് ആണ്. ബരാ ഗുംബഡ് സ്ഥിതി ചെയ്യുന്നത് ലോധി ഗാർഡൻസ്, ഡൽഹി. വട്ടമേശ സമ്മേളനം വിളിച്ചുകൂട്ടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? റാംസെ മക്ഡൊണാൾഡ് ആണ്. ഛത്തീസ്ഗഡ് ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്? മധ്യപ്രദേശിൽ നിന്നാണ് രൂപം കൊണ്ടത്. ഉസ്താദ് ബിസ്മില്ല ഖാന് ഭാരതരത്നം ലഭിച്ച വർഷം ഏത്? 2001. ഭാംഗ്ര ഏത് സംസ്ഥാനത്തിലെ നൃത്തരൂപം? പഞ്ചാബിലെ നൃത്തരൂപം. വ്യവസായ പുരോഗതിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത്? 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ പൈതൃക മൃഗം ഏത്? ആനയാണ് ഇന്ത്യയുടെ പൈതൃക മൃഗം. ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? പഞ്ചാബാണ്. പഞ്ചാബ് ഓർക്കുക. ഇന്ത്യയിൽ ജനുവരി 30 രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നതിന് കാരണം എന്ത്? മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട ദിവസമാണ് ജനുവരി 30. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ് ഓർക്കുക. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. സിക്കിം. ന്യൂഡൽഹിയിലെ ഏഷ്യൻ ഗെയിംസ് വില്ലേജിന്റെ ശില്പി ആര്? രാജ് രവാൾ ആണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? CR ദാസ്. ചിത്തരഞ്ജൻ ദാസ് ആയിരുന്നു.
ഇന്ത്യയിലെ പ്രഥമ ഫീച്ചർ ഫിലിം ഏതാണ്? രാജ ഹരിചന്ദ്ര. രാജ ഹരിചന്ദ്രയാണ് ഇന്ത്യയിലെ പ്രഥമ ഫീച്ചർ ഫിലിം. ഇനി ഇന്ത്യയും നേപ്പാളും സംയുക്തമായി നടത്തുന്ന ജലവൈദ്യുത പദ്ധതിയുടെ പേരെന്ത്? PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. കോസിയാണ്, കോസി. ഏഷ്യൻ ഗെയിംസ് സ്ഥാപിക്കുവാൻ മുൻകൈ എടുത്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഭരതനാട്യം ഉത്ഭവിച്ച സംസ്ഥാനം ഏതാ? തമിഴ്നാടാണ്, തമിഴ്നാട്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ്. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത്രത്തോളം പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ക്ലാസ്സുകളെല്ലാം നടന്നു വരികയാണ്. ജോയിൻ ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾക്ക് അവസരമുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.